ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നും രണ്ട് വെജിറ്റേറിയൻ കറികൾ കണ്ടു നോക്കിയാലോ. തനിനാടൻ നല്ല അടിപൊളി നോമ്പ് കാലത്തൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറികളാണ് രണ്ടെണ്ണവും. അപ്പോൾ ഇത് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടിയാണ് ആദ്യത്തെ കറി ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളക് സവാളയൊക്കെ ചേർത്തിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ അടുത്തത് നമ്മൾ ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനും കൂടിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ നോമ്പാലത്തൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല രണ്ട് നാടൻ കറികളാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറികളിലൊക്കെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് വെണ്ടയ്ക്ക കറിയിലേക്കാണ് ഞാനിപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് സവാളയും ഒരിടത്തരം മീഡിയം സൈസിലെ സവാള, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയിൽ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കെടുത്ത് ചെറുതാക്കി അരിഞ്ഞാൽ വെണ്ടയ്ക്കയും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വാട്ടുമ്പോഴാണ് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പിന്നെ ഉണ്ടാവില്ല, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല കറികളാണ് ഇതൊക്കെ. ഞാൻ വെണ്ടയ്ക്കയുടെയൊക്കെ റെസിപ്പീസ് വെണ്ടയ്ക്ക കറിയൊക്കെ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിന്ന് തൈരൊഴിച്ചാണ് വെണ്ടയ്ക്ക കറി വയ്ക്കണത്, ചെറിയൊരു പുളിപ്പിന് വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണത്. ഈ വെണ്ടയ്ക്ക ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ 1 മിനിറ്റ് നേരം ഇത് രണ്ടും ഒന്ന് അടച്ച് വെച്ചാൽ മതിയാകും. കൂടുതൽ വെന്തുടയൊന്നും വേണ്ട. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയിട്ട് നമുക്കൊന്നും കൂടി മൂടിയേക്കും. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കൂടുതൽ പൊടികളൊന്നും ചേർക്കണില്ല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കണുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കറികളിൽ മുളക് പൊടിയൊന്നും അധികം ചേർക്കാതിരിക്കുകയാണ് നല്ലത്. പച്ചമുളക് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. ആ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ആ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ അരമുറി, ഒരു മീഡിയം സൈസിലെ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയിട്ട് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് മിക്സിയിലിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് തൈര് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. തൈര് ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല, ഒന്ന് ചൂട് കയറിയാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വെള്ളം കൂടുതൽ വെള്ളമാവണ്ട, എന്നാലും ഭയങ്കര കട്ട പോലെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. മീഡിയം സൈസിലെ ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തേക്കണത്. നല്ല അടിപൊളി കറിയാണത്, ചെറിയൊരു പുളിയുള്ളൂ. ഇപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലഞ്ചിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. പിന്നെ ഇതിലൊക്കെ ഞാൻ കുറച്ച് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ഒരു ഭംഗിക്ക് വേണ്ടി താളിച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചാറുകറി ഇവിടെ റെഡിയാണ്. പിന്നെ ഞാൻ ക്യാബേജും ക്യാരറ്റൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന തോരൻ്റെ ഒരു റെസിപ്പിയാണത്, ക്യാബേജ് ക്യാരറ്റ് തോരൻ. അപ്പോൾ അത് നമ്മൾ സവാളയും പച്ചമുളകൊന്നും വഴറ്റാതെ തന്നെയാണ് ഞാനിത് പച്ചനെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ തോരൻ വയ്ക്കണത്. അപ്പോൾ ക്യാബേജും ക്യാരറ്റൊക്കെ നന്നായിട്ട് ചെറുതാക്കി നമ്മൾ സ്ലൈസ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു സവാള, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, 2-3 വെളുത്തുള്ളി അല്ലി, ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇതിനാവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ലോണം തിരുമ്മി യോജിപ്പിക്കണം. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. വെളിച്ചെണ്ണയും ഉപ്പും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തേക്കണാലും തന്നെ നല്ല അടിപൊളി മണവുമാണ് ഇതിന്. പിന്നെ ഇതിൽ പൊടികളോ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം.
അപ്പോൾ ഇങ്ങനെ തോരൻ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഒന്ന് ഭംഗിക്ക് വേണ്ടി കുറച്ച് കടുക് പൊട്ടിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ നേരത്തെ വെണ്ടയ്ക്ക കടുക് പൊട്ടിച്ച പാത്രത്തിൽ തന്നെ അതിന് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ആ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ വെണ്ടയ്ക്ക കറിയിലേക്കുള്ള കടുക് പൊട്ടിക്കലാണത്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ഒക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് വെണ്ടയ്ക്ക കറിയിൽ ഒഴിച്ചിട്ട് ആ പാനിൽ തന്നെയാണ് ഞാൻ ഈ തോരനും കൂടി വെക്കണത്. അപ്പോൾ ഇതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ ഊറി വെള്ളം വന്നിട്ടുണ്ടാവും. ക്യാബേജും സവാളയൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവിയിൽ കിടന്നിട്ട് ചെറുതീയിൽ കിടന്ന് ഇത് വെന്താൽ മതിയാകും. സവാളയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാതെ ഒരു പ്രാവശ്യം ഇങ്ങനെ തോരൻ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്തരം നാടൻ റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.